എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നിങ്ങൾ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇടപെടുന്നു എന്ന് പറയണ്ട. ഞാൻ ഇടപെടുന്നില്ല എന്ന് പറയാം. നിങ്ങൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ. നിങ്ങൾ മറ്റൊരാളെയും സംസാരിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മഞ്ജുഷേ, ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പാനലിസ്റ്റുകൾക്കാണോ അതുപോലെ ആങ്കർക്കാണോ വേണ്ടത്, അവരവരുടെ ക്ഷമയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവരവർ പുലർത്തേണ്ട മാന്യതയെ സംബന്ധിച്ചുമൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഈ ചർച്ച കേട്ടിട്ട് തീരുമാനിക്കട്ടെ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞു. ഇവിടെ ചില കാര്യങ്ങൾ LDF-ന്റെ പ്രതിനിധി പറഞ്ഞു. ഞാൻ ഇവിടെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാചകത്തെ ఖంഡിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ചാനലുകൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ഗ്ലോറിഫൈ ചെയ്യുന്നു. അങ്ങനെയല്ല, മറിച്ച് CPM ആണ് ഗ്ലോറിഫൈ ചെയ്യുന്നതെന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. ഉടനെ എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പറ്റും. എന്താ ആക്ഷേപമെന്ന് എനിക്കറിയില്ല. ഞാൻ KS-ലൂടെ യൂത്ത് കോൺഗ്രസിലൂടെയും ഒക്കെ വന്ന ഒരാളാണ്. ഞാൻ എന്തായാലും എനിക്ക് ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ, ഞാൻ ആയെങ്കിയെ പോലെയൊന്നും ആയിട്ടില്ല, എനിക്ക് ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ അത് സംഘടനാപര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകൾ മാത്രമാണ്. ഞാൻ ആരെയും ഈ പറഞ്ഞതുപോലെ കൊലക്കേസിലെ പ്രതികളെ വിളിച്ചുകൊണ്ടൊന്ന് കല്യാണം നടത്തി കൊടുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്താ ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. അദ്ദേഹം സമ്മതിച്ചല്ലോ. അതാണ് ഗ്ലോറിഫൈ എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഒരു അർത്ഥത്തിൽ. ഞാനൊരു കോളേജ് തട്ടിയെടുത്തിട്ടില്ല. ഞാൻ എന്തായാലും ഭാര്യയ്ക്ക് ജോലി ഒപ്പിച്ചിട്ടില്ല. ഞാൻ ഭാര്യയ്ക്ക് അവിഹിതമായി ജോലി സമ്പാദിച്ചിട്ടില്ല. എന്റെ ആകെ നാറും. ഹൈക്കോടതി ഇടപെട്ട് എന്റെ കോളേജിനെ സംബന്ധിച്ച് നടപടിയെടുക്കാൻ ഞാൻ CPM-ന്റെ സിൻഡിക്കേറ്റിനെ ഇന്നും വെല്ലുവിളിക്കുന്നു. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. നടപടി എടുക്കാൻ കഴിയുമോ? ഇന്ന് വരെ എടുത്തിട്ടില്ല. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ജോലി സമ്പാദിക്കാൻ പിൻവാതിൽ നിയമനം നടത്താൻ പോയിട്ടില്ല. മര്യാദയ്ക്ക് സംസാരിക്കണം. ഹൈക്കോടതി എന്റെ ഭാര്യയുടെ നിയമനം നടത്തിയിട്ടില്ല. ഹൈക്കോടതി എന്റെ നിയമനം നടത്തിയിട്ടില്ല ഭാര്യയുടെ. അപ്പൊ അതുകൊണ്ടൊന്നും എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കണ്ട. ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. നിങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട് ഈ ചർച്ചയിൽ. ഞാൻ വേറെ ആരുടെ സംസാരിക്കുമ്പോൾ കയറി ഇടപെടില്ല, എന്റെ സംസാരത്തിൽ കയറി ഇടപെടരുതെന്ന്. ഞാൻ സംസാരിക്കുകയാണ്, താങ്കൾ കേൾക്കുന്നേ. താങ്കൾ കേൾക്കൂ. ഇവിടെ താങ്കൾ പറഞ്ഞു KPCC-യുടെ അധ്യക്ഷനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. KPCC അധ്യക്ഷൻ ഒരു കേസിലും ജയിലിൽ കിടന്നിട്ടില്ല. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിൽ FIR-ൽ പ്രതിയായിരുന്നു. നിഷേധിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടുകൂടിയാണ് കേരളം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. നിഷേധിക്കാൻ താങ്കൾ കഴിയുമോ? അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, TP ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ പ്രതി ഷാഫിയുടെ വിവാഹം നടത്തി കൊടുത്ത ആളുകളാണ് MLA-മാരായിട്ടുള്ള നാടാണിത്. നിന്റെ പണി ഇതാണോടാ? കുഞ്ഞനന്തൻ തെറ്റുകാരനല്ല എന്ന് താങ്കൾ ഒരു വാചകം പറഞ്ഞു. മഞ്ജുഷേ, ഞാനല്ല പറഞ്ഞത്. അല്ല, താങ്കൾ പറഞ്ഞു എന്നതാണ് പാർട്ടിയുടെ നിലപാടെന്ന്. അല്ല, ഞാൻ പറഞ്ഞതല്ല. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഈ പറയുന്ന കുഞ്ഞനന്തനുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള കുഞ്ഞനന്തന്മാരെ കാണിച്ചിട്ടല്ലേ ഇത്തരത്തിലുള്ള യുവാക്കളെ കൊണ്ടുവന്ന് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങളാക്കി മാറ്റുന്നത്? ഞാനും ചോദിക്കട്ടെ, ഇവിടെ ഗൗരിയമ്മ മരിച്ചു. വളരെ ഈ കേരള ചരിത്രത്തിന്റെ ഭാഗമാണ് ശ്രീമതി KR ഗൗരിയമ്മ. അവർ മരിക്കുമ്പോൾ അവരുടെ മരണാനന്തര ചടങ്ങുകളിലേക്ക് 250 വരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിറക്കി. ശരിയല്ലേ? അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. ഇവിടെ കുഞ്ഞനന്തൻ മരിച്ചു. പാർട്ടിയുടെ വെറും ഒരു ഏരിയ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം മരിച്ചപ്പോൾ 2000-3000 പേരാ പങ്കെടുത്തത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്നിപ്പോ അദ്ദേഹത്തിന് അവിടെ വലിയ സ്മാരകം ഉണ്ടാക്കിയിരിക്കുന്നു. എന്താ കൊടുക്കുന്ന മെസ്സേജ്? കേരളത്തിലെ എത്ര ഇത്തരത്തിലുള്ള CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് നിങ്ങൾ സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്? അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. അപ്പോ അദ്ദേഹം ഈ പറയുന്ന TP ചന്ദ്രശേഖരന്റെ വധക്കേസിലെ പ്രതിയായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ അവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു. അദ്ദേഹത്തിനെതിരായി കോടതി ശിക്ഷിച്ച ശിക്ഷ പോലും അംഗീകരിക്കുവാൻ ജനാധിപത്യ സംസ്ഥാനത്ത്, ജനാധിപത്യ രാജ്യത്ത് CPM തയ്യാറാകുന്നില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, കോടതിയാ ശിക്ഷിച്ചത്. കോടതി ശിക്ഷിച്ചത് ജീവപര്യന്തത്തിനാ. ആ ജീവപര്യന്തം ശിക്ഷ പോലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾ ഈ രാജ്യത്തല്ലേ പൗരന്മാരല്ലേ? ഈ രാജ്യത്തെ നിയമം നിങ്ങൾക്ക് ബാധകമല്ലേ? ജുഡീഷ്യറി നിങ്ങൾ ബഹുമാനിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ പറയേ. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുഞ്ഞനന്തന്റെ പാർട്ടി ആർക്കൊക്കെ സ്മാരകം ഉണ്ടാക്കണമെന്ന്
അത് ചാമക്കാല ഡിക്റ്റേറ്റ് ചെയ്യണ്ട. നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോടോ. KPCC അധ്യക്ഷൻ പ്രതിയായിട്ടില്ലേ? ശരി നാൽപ്പാടി വാസു വധക്കേസിൽ പ്രതിയല്ല അദ്ദേഹം? പോക്സോ കേസ് നാൽപ്പാടി വാസു വധക്കേസിൽ പ്രതിയാ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവന് ഇതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് വാടിക്കൽ രാമകൃഷ്ണൻ കേസിൽ പ്രതിയാരായിരുന്നു? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അല്ല, കേസുകൾ ഞാൻ- തമ്മിൽ ഞാൻ- അമ്മാനമാണല്ലേ? ഞാൻ കേസുകൾ വെച്ചുകൊണ്ട് അമ്മാനമാണരുത്. അല്ലല്ല ഷംസി ഒരു വിഷയം എടുത്തിട്ടപ്പോൾ നിങ്ങളുടെ അനുഭവത്തോട് കൂടി തന്നെയാണ് ഷംസിയോട് ചോദിച്ചത്. ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. COT നസീറിന്റെ കാലും കൈ അടിച്ചു കൊടുത്തതാരാ? അന്വേഷിക്കട്ടെ, തീരുമാനം വരട്ടെ. ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ. ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. അത് അന്വേഷിച്ചോന്ന്. ഇവിടെ ഞാൻ പ്രതിയാണ് പിടിച്ചോ. ചില കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതെയില്ല ചെല്ല. ഞാൻ ചോദിച്ചോട്ടെ, ആ ആരോപണം ജനങ്ങൾ തള്ളി തലശ്ശേരിയിൽ. ആ ആരോപണം ജനങ്ങൾ തള്ളി. കഴിഞ്ഞ തവണത്തെക്കാൾ 11,000 വോട്ടും അതിനേക്കാൾ 4,000 വോട്ട് ഭൂരിപക്ഷം വർദ്ധിച്ചു. എന്റെ അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. അപ്പൊ ഷാഫിയുടെ കല്യാണത്തിന് പോയതിന്റെ ആരോപണം ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണല്ലേ താങ്കൾ തോറ്റത്? ഷംസി, ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞു, മാതൃഭൂമി വാർത്ത നൽകിയത് കൊണ്ടാണ് വടകരയിൽ താങ്കൾ തോറ്റത് എന്ന്. ഷാഫിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ടാണല്ലോ. അത് ജനങ്ങൾ ആരോപണം അംഗീകരിച്ചുകൊണ്ടല്ലേ അങ്ങനെ സംഭവം ഉണ്ടായത്. പറയുന്നു അല്ല, COT നസീറിന്റെ സംഭവത്തിൽ ജനം അത് തള്ളി എന്ന് പറയുമ്പോൾ എന്താ നീ പിറുപിറുക്കണേ? ഒരിക്കലുമല്ല. തലശ്ശേരിയിൽ എന്റെ നാടാണ് വടകര. ഞാൻ അവിടെ പൊതുവായി മത്സരിക്കാൻ പോകുന്ന ആളാ. തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ കെട്ടിപ്പൊക്കിയ കള്ളക്കഥയാ. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? ആ കള്ളക്കഥയിലൂടെ RMP വോട്ടുകൾ നിങ്ങൾ കൃത്യമായി വാങ്ങിച്ചു. അതിന് നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ UDF-ന്റെ കൊയിലോത്തുകാരനായി പ്രവർത്തിച്ചു. ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അതിലൂടെ ഉണ്ടാക്കിയ സ്റ്റോറിയാ. തലശ്ശേരി ഞാൻ ജനിച്ചു വളർന്ന നാടാ. ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നെ അറിയാം. വടകരയിൽ ഞാൻ ആദ്യം മത്സരിക്കാൻ വെറുതെ ആളെ മെനക്കെടുത്താതെ. അപ്പൊ അവിടുത്തെ ആളുകൾ പാവങ്ങൾ നിഷ്കളങ്കർ വിശ്വസിച്ചു പോയി നിങ്ങളുടെ പ്രചരണം. പക്ഷെ ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന നാടാ. ആ ജനിച്ചു വളർന്ന നാട്ടിൽ ജനങ്ങൾക്കറിയാം എന്നെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ആ സംഭവം പറയണ്ട. 11,000 വോട്ട് അധികവും ഭൂരിപക്ഷത്തിൽ 4,000 വർധനവും തലശ്ശേരി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കാരണം അവർക്കറിയാം എന്നെ. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.